ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു സന്ദർഭം കൂടെ വചനം പഠിക്കുവാൻ ദൈവം നമ്മളെ കൂട്ടിവലിച്ചത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ആഴ്ചയും നാം വെളിപ്പാട് 2-ാം അധ്യായത്തിൽ നിന്ന് തുയഥൈര സഭയ്ക്കുള്ള ദൂതിൽ നിന്ന് ചില ചിന്തകൾ ഒന്നിച്ച് പങ്കുവയ്ക്കുകയുണ്ടായി. അതിന്റെ 24-ാമത്തെ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച് ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ആ 24-ാം വാക്യത്തിൽ ഒരു വാക്കൂടെ കർത്താവ് പറഞ്ഞത് ചിന്തിക്കുവാനായിട്ടുണ്ട്. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. നാം 24-ാമത്തെ വാക്യത്തിൽ നിന്ന് പല കാര്യങ്ങളും ചിന്തിക്കുകയുണ്ടായി. അത് ശേഷിക്കുന്നത് അവിടെ ശേഷം പേര് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ശേഷം പേരെന്ന് പറഞ്ഞാൽ തെറ്റായ ഉപദേശം കൈക്കൊള്ളാതെയും സാത്താന്റെ ഉപദേശത്തിന്റെ പിന്നാലെ പോകാതെയും കർത്താവിന് വേണ്ടി വീറോട് ജീവിക്കുന്ന ഒരുപറ്റം ആളുകൾ. അതാ ശേഷം പേരെന്ന് പറഞ്ഞത്. മുഴുവൻ ആളുകളുമല്ല. നമുക്കറിയാം, ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ ഒരു ശേഷിപ്പ് ഏത് കാലത്തുമുണ്ട്. ഒരു ശേഷിപ്പ് ഏത് കാലയളവിലും ഏത് യുഗത്തിലും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുപറ്റം ആൾക്കാരുണ്ട്, പ്രമാണം പാലിക്കാത്തവരുമുണ്ട്. അതുപോലെയാണ് ഇവിടെ ഈ സഭയിലും. ഈ തെറ്റായ കാര്യങ്ങളിൽ പിന്നാലെ പോകാത്ത ആളുകളോട് പറയാം, നിങ്ങൾ ഒരു ശേഷിപ്പായിട്ട് അവിടെ ഉണ്ട്. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ അധികം ഭാരം നിങ്ങൾക്ക് തരുന്നില്ല. അതാണ് 24-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം. അവസാന ഭാഗം വായിക്കുന്നത്, വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു വാക്ക് കർത്താവ് അവരെ ഓർപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഭാരമുണ്ട് എന്നാണ്. ഇത് പല സഭകളിലെയും പ്രാദേശിക സഭകളിലെയും വിശ്വാസികൾക്കുള്ള ഇപ്പോഴത്തെ കാലത്തെ ഒരു സാഹചര്യമാണ്. വളരെ ഭാരത്തോടെയാണ് പലരും സഭാ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നത്. പലരോട് സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും പൊതുവെ കേൾക്കാൻ കഴിയുന്നത്, വിശ്വാസ സമൂഹത്തിൽ ദുഃഖകരമായ പല കാര്യങ്ങൾ ഉണ്ട്. പലരും ഭാരത്തോടെ കൂടിവരവുകൾക്ക് സംബന്ധിക്കുന്നു എന്നുള്ളത് ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ്. അത് കൽപ്പന അനുസരിക്കുവാനുള്ള ഭാരമല്ല. യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതാണല്ലോ തന്നോടുള്ള സ്നേഹം. എന്നിട്ട് പറയുന്നു, അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. 1 യോഹന്നാൻ 5:3 പറയുന്നു, അവന്റെ കൽപ്പന ഒന്നും ഭാരമുള്ളതല്ല. അപ്പൊ കർത്താവ് ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുവാനുള്ള ഭാരം എന്ന ആശയത്തിലല്ല. പിന്നെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ വിശ്വാസികൾക്ക് ഭാരത്തിന് 2 കാരണമുണ്ട്. നമുക്കത് വായിക്കാം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാം. ഇവിടെ ഭാരത്തിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ, നാം നന്നായി നടക്കുന്നു എന്നുള്ളതിനായി നമ്മളെ പരിഹസിക്കുന്നവരും വേർപെടുത്തി നിർത്തുന്നവരൊക്കെ ഉണ്ട്. അവർ ലജ്ജിക്കുന്നൊരു കാലം വരുന്നു, അതുകൊണ്ട് യോഗ്യമായി ജീവിച്ചോളാൻ പത്രോസ് പറയുക. അപ്പൊ ഇത് അവർക്കൊരു ഭാരമാണ്. എന്താ? ഞങ്ങൾ നന്നായി ജീവിക്കുന്നു, ദൈവത്തെ ബഹുമാനിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് മറ്റുള്ളവർ ഞങ്ങളെ പഴിക്കുന്നു. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ നാട്ടുകാരല്ല, സഭക്കാർ തന്നെ. ഇത്രയും ഭക്തിയൊന്നും വേണ്ടെന്നാ പലരും പറയുന്നത്. അത് അവർക്കൊരു ഭാരമാണ്. ആർക്കാ? അങ്ങനെ നന്നായി ജീവിക്കുന്നവർക്കൊരു ഭാരമാണ്. അതാ കർത്താവ് പറഞ്ഞതിന്റെ ഒരു കാരണം. 2-ാമത്തെ ഭാരം എന്ന് ചോദിച്ചാൽ 119-ാം സങ്കീർത്തനം, സാംസ് 119, അവിടെ സങ്കീർത്തനക്കാരൻ ആ കാര്യം പറയുന്നുണ്ട്. അതിന്റെ 136-ാമത്തെ വാക്യം, 119-ാം സങ്കീർത്തനത്തിന്റെ 136-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത് എന്താ നോക്കിക്കേ. അവർ നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായകൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. അപ്പൊ എന്റെ ഭാരം അതാ. ഒന്ന്, ഞാൻ യോഗ്യമായി ജീവിക്കുന്നതുകൊണ്ട് എന്നെ കളിയാക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു, അതെനിക്ക് ഭാരമായിരിക്കുന്നു. 2, എന്റെ കൂട്ടുസഹോദരന്മാരെ പ്രമാണം പാലിക്കുന്നില്ല, അതും എനിക്ക് ഭാരമായിരിക്കുന്നു. ഇതാ കർത്താവ് പറഞ്ഞതിന്റെ ആശയം. കർത്താവ് പറയുന്നത്,
ശേഷം പേരോട് എനിക്ക് പറയാനുള്ളത്, വേറൊരു ഭാരം കൂടി നിങ്ങളുടെ മേൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കിപ്പോ തന്നെ ന്യായമായി ഭാരമുണ്ട് എന്നുള്ളതാ. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നാം എന്താ ചെയ്യേണ്ടത്? നാം ചെയ്യേണ്ടത്, കർത്താവ് തന്നെ വാക്ക് പറഞ്ഞായിരുന്നല്ലോ, എന്റെ നുകം ലഘുവാ, എന്റെ ചുമട് മൃദുവാ, ലഘുവാ. എന്നോട് ചേർന്ന് പഠിക്കാനാണ് പറഞ്ഞത്. കർത്താവിനെ ഭാരപ്പെടുത്തിയ ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. താൻ ആ 3.5 വർഷത്തെ പരസ്യ പ്രവർത്തന കാലത്ത് തനിക്ക് ധാരാളം ഭാരങ്ങൾ ജനങ്ങൾ കൊടുത്തു. കൂടെ നടന്ന് പ്രസംഗം കേട്ടിട്ട് കുറ്റം കണ്ടുപിടിപ്പാൻ ശ്രമിച്ചു. കൂടെ നടന്ന് അപ്പം തിന്നിട്ട് കുറ്റം കണ്ടുപിടിപ്പാൻ ശ്രമിച്ചു. അവനെ ശമര്യൻ എന്ന് വിളിച്ചു, ഭൂതമുണ്ടെന്ന് വിളിച്ചു, ഭൂതത്തിന്റെ തലവനെ കൊണ്ടാണ് ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നീ പരസംഗത്താൽ ജനിച്ചവനാണെന്ന് പറഞ്ഞു. നേരിട്ട് പറഞ്ഞില്ല, ആ വാക്ക് പറഞ്ഞു. എന്തെല്ലാം ആ വാക്ക് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം കർത്താവിന് ഭാരം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ ഒരു വാക്ക് പോലും മറുപടിയായിട്ട് പറഞ്ഞില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾക്കും ഉണ്ടാവും ഭാരം. ആ ഭാരം ഉണ്ടാകുമ്പോൾ എന്റെ ഭാരവും എന്റെ നുകവും ലഘുവായതുകൊണ്ട് എന്നോട് ചേർന്ന് പഠിക്കുക, നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരന്മാരെ, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നാം ഭാരപ്പെടുകയാണെങ്കിൽ അതിനേക മാർഗം കർത്താവിന്റെ സ്വഭാവം പിൻപറ്റുക, പ്രതികരിക്കാതിരിക്കുക, മറുപടി പറയാതിരിക്കുക, എന്നിട്ട് കർത്താവിനോട് ചേർന്ന് സമയങ്ങൾ ചെലവഴിക്കുക. അത് നമ്മുടെ ഭാരത്തിന് ഒരു പരിഹാരമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതിന്റെ 25-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഹോൾഡ് ഫാസ്റ്റ്. നിങ്ങൾക്കുള്ളത് നിങ്ങൾ പിടിച്ചുകൊള്ളണം. നിങ്ങൾക്ക് ഇത്രയും നാളും പരാജയത്തിലേക്ക് നിങ്ങൾ പോയില്ല, അവരുടെ പുറകെ പോയില്ല. അതുകൊണ്ട് ഈ ഉള്ളത് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക എന്നതിന്റെ അർത്ഥം. ഹോൾഡ് ഫാസ്റ്റ്, മുറുകെ പിടിച്ചുകൊള്ളുക എന്താ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. 2-3 കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാൻ വേണ്ടി ചിന്തിക്കാം. എന്താണ് നമുക്കുള്ളത്, എന്താണ് മുറുകെ പിടിക്കേണ്ടത്? എബ്രായ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ലേഖനകാരൻ പറയുന്നുണ്ട് എന്താണ് ഉള്ളത്, എന്താണ് മുറുകെ പിടിക്കേണ്ടത്. ഹിബ്രൂസ് ചാപ്റ്റർ 3:14, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. നാം ക്രിസ്തുവിൽ പങ്കാളികളായതുകൊണ്ട് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക എന്നാണ് ശരിയായിട്ട് പറയേണ്ടത്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക. എന്താ ഈ ആദ്യ വിശ്വാസം എന്ന് പറഞ്ഞാൽ? ദൈവം നമുക്ക് നമ്മിലേക്ക് തന്ന രക്ഷിക്കപ്പെടുവാനുള്ള വിശ്വാസവും പ്രായോഗിക വിശ്വാസവും നാം ഒരുപോലെ മുറുകെ പിടിച്ചുകൊണ്ട് പോകണം. ഈ കർത്താവിൽ തന്നെ ആശ്രയിച്ച് പോകണം എന്ന് പറഞ്ഞാൽ, കർത്താവ് നമ്മിൽ വിശ്വാസം അങ്കുരിപ്പിച്ചത്, കർത്താവ് കൃപ തന്ന് നമ്മെ രക്ഷിച്ചത്, ആ വിശ്വാസത്തിലേക്ക് വന്നുവെങ്കിൽ ആ കർത്താവിനെ തന്നെ മുറുകെ പിടിച്ച് ആ വിശ്വാസത്തിൽ നിലനിന്ന് പോകണമെന്നാണ് ലേഖനകാരൻ പറയുന്നത്. ഇതാ കർത്താവും പറയുന്നത്. ആദ്യ വിശ്വാസം നിനക്കുള്ളത് നീ മുറുകെ പിടിക്കുക. കർത്താവ് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ നല്ല ഇടയനാകുന്നു, നിങ്ങൾ ആടുകളാകുന്നു. അവിടെ പറഞ്ഞ 2 വാക്കുണ്ട്, നമുക്ക് നോക്കാവുന്ന. യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കിയാൽ അവിടെ 2 പദങ്ങൾ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 3 and 4. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, അവൻ ആടുകളെ പുറത്തു കൊണ്ടുപോകുന്നു. 4-ാം വാക്യം, തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുപോയ ശേഷം അവയ്ക്ക് മുമ്പായി നടക്കുന്നു, ആടുകൾ അവൻ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. 1 ശബ്ദം കേൾക്കുന്നു, 2 ശബ്ദം അറിയുന്നു. മനസ്സിലായോ? കേൾക്കുന്നതും അറിയുന്നതും 2 കേൾക്കുക എന്ന് പറഞ്ഞാൽ കേട്ട് അവന്റെ പുറകാലെ പോകുന്നു, അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. 2 ഒരേ ആശയം തന്നെയാണ്. കേൾക്കുന്നു അറിയുന്നു 2 അതായത് സുവിശേഷത്തിൽ റോമലേഖനത്തിൽ വായിക്കുന്നുണ്ട്, കേട്ടാണ് വിശ്വസിക്കുന്നത്. അപ്പൊ കേൾക്കുന്നത് വചനമാണ്. വചനം കേട്ട് അവന്റെ പിന്നാലെ പോകണം. അറിയുന്നതെന്ന് പറയുന്നത് അവനെ യഥാർത്ഥമായിട്ടും അറിയണം. നാം പലപ്പോഴും കർത്താവിനെ കുറിച്ച് പല കാര്യങ്ങൾ അറിയുന്നവരും അറിയാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അത് നല്ലത് തന്നെയാണ്. അതിലും ഭേദമാണ്, അതിലും മെച്ചമാണ് കർത്താവിനറിയുന്നത്. നോയിങ് അബൌട്ട് ഹിം ആൻഡ് നോയിങ് ഹിം 2. കർത്താവിനെ കുറിച്ച് നമുക്ക് പല കാര്യങ്ങൾ അറിയാം. കർത്താവിനെ വ്യക്തിപരമായിട്ട് അറിഞ്ഞ് അടുത്തറിയുന്ന അനുഭവം നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ ആദ്യ വിശ്വാസം മുറുകെ പിടിച്ച് മുൻപോട്ട് പോകാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. അതാണ് കർത്താവ് പറഞ്ഞതിന്റെ ഒരു ആശയം. 2-ാമത്തേത് എബ്രായ ലേഖനം തന്നെ വായിക്കാം. 4-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ലേഖനകാരൻ അക്കാര്യം
ലേഖനത്തിന്റെ പല പ്രാവശ്യം പല കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതിന് മാത്രം 2-3 കാര്യം നോക്കുന്നുള്ളൂ. ഹെബ്രൂസ് ചാപ്റ്റർ 4:14, 4-14 വാക്യം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരുഷനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഹോൾ ഫാസ്റ്റ് അവർ കൺഫെഷൻ. എന്താ സ്വീകാരം എന്ന് പറഞ്ഞാൽ കൺഫെഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത്. നാം എന്താണോ ഏറ്റു പറഞ്ഞത്, നാം എന്താണോ അംഗീകരിച്ചത്, നാം എന്താണോ സ്വീകരിച്ചത്, അത് തന്നെ മുറുകെ പിടിച്ചുകൊള്ളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. കൺഫെഷൻ അഥവാ ഏറ്റു പറയുക എന്ന വാക്ക് നമ്മുടെ രക്ഷയോട് ബന്ധത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. കാണാതറിയാം. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയാം. കൺഫസ് ലോർഡ് ജീസസ് ഇസ് ലോർഡ് ഇൻ അവർ ലൈഫ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഏറ്റുപറച്ചിൽ നാം മുറുകെ പിടിക്കണം. അതായത് യേശുവിനെ കർത്താവ് സ്വീകരിച്ചത് പാപമോചനം പ്രാപിക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവനായിരിക്കണം കർത്താവ്. പരിപൂർണമായിട്ടും കർത്താവിന്റെ കർത്തൃത്വത്തിന് നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുകയും ആ കർത്തൃത്വം പൂർണ്ണമായിട്ട് നാം അംഗീകരിക്കുകയും വേണം. ഒരു കാരണവശാലും കർത്താവിനെ സഹിക്കുവാൻ, വഹിക്കുവാൻ, പരിപാലിപ്പാൻ കഴിയാത്ത യാതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല. രക്ഷിക്കപ്പെടുവാൻ മാത്രമല്ല കർത്തൃത്വം സ്വീകരിക്കുന്നത്, രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പരിപൂർണമായിട്ടും അവന്റെ കർത്തൃത്വം നമ്മൾ അംഗീകരിക്കണം. കർത്താവിനോട് കൂടെ ചേർന്ന് ജീവിക്കാൻ കഴിയാത്ത യാതൊരു മേഖലയും നമുക്കില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അവൻ കർത്താവ് തന്നെയാണ്. ഞാൻ പെട്ടെന്ന് 2 വാക്കുകൾ പറയാം, എല്ലാം പറയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ കർത്താവ് ചെയ്ത 7 അത്ഭുതങ്ങൾ, അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാമത്തെ അധ്യായം മുതൽ അതിന്റെ 11-ാം അധ്യായം വരെ. ആ 7 അത്ഭുതങ്ങളിൽ കർത്താവിന്റെ കർത്തൃത്വം നമുക്ക് കാണാൻ സാധിക്കും. കർത്തൃത്വം, ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എങ്ങനെയെന്നറിയാമോ? 2-ാം അധ്യായത്തിൽ വീഞ്ഞുണ്ടാക്കിയ വിഷയത്തിൽ അവൻ ഗുണത്തിന് കർത്താവാണ്. 4-ാം അധ്യായത്തിൽ ശതാധിപന്റെ മകന് സൗഖ്യം കൊടുത്ത കാര്യത്തിൽ അവൻ ദൂരത്തിന് കർത്താവാണ്. 5-ാം അധ്യായത്തിൽ 38 വർഷം രോഗിയായിരുന്ന മനുഷ്യന് സൗഖ്യം കൊടുത്തതിൽ അവൻ സമയത്തിന് കർത്താവാണ്. 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിൽ അവൻ എണ്ണത്തിന് കർത്താവാണ്. 9-ാം അധ്യായത്തിൽ ക്രൂരനായ മനുഷ്യന് സൗഖ്യം കൊടുത്തതിൽ അവൻ സാഹചര്യത്തിന് കർത്താവാണ്. എത്ര എണ്ണമായി? 5 എണ്ണമായി. 11-ാം അധ്യായത്തിൽ വായിക്കുന്നത് ലാസറിന്റെ കല്ലറയ്ക്ക് വന്ന് സൗഖ്യം കൊടുത്തതാണ്. അവൻ മരണത്തിനും കർത്താവാണ്. 6-ാം അധ്യായത്തിൽ 6-ൽ ഒരെണ്ണം കൂടെ ഉണ്ട്. അവൻ വെള്ളത്തിൽ നിന്ന് നടന്നവനാണ്. അവൻ പ്രകൃതിക്കും കർത്താവാണ്. ഈസ് ലോർഡ് ഓവർ നേച്ചർ. ഞാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് നല്ല നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞതാണ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ ഭാഗം നോട്ട് ചെയ്ത് വായിച്ച് നോട്ട് എഴുതിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യത്തിനാ കർത്താവിനെ കർത്തൃത്വം വഹിക്കാൻ കഴിയാത്തത്? വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ആ 7 കാര്യം മുഴുവൻ അതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഈവൻ മരണം സംഭവിച്ചാൽ പോലും അവൻ അതിനും കർത്താവാ, നമ്മളെ ഉയർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബോധ്യത്തിൽ യേശുവിന്റെ കർത്തൃത്വത്തെ നാം ശരിക്കും അംഗീകരിച്ച്, അനുസരിച്ച്, കീഴ്പ്പെട്ട് പോകുവാൻ ബാധ്യസ്ഥരാണ്. അതാണ് പറഞ്ഞതിന്റെ 2-ാമത്തെ കാര്യം. ഹോൾ ഫാസ്റ്റ് വാട്ട് യു ഹാവ്. നിനക്ക് എന്തുണ്ടോ അത് നീ മുറുകെ പിടിക്കുക. കർത്തൃത്വം നമ്മൾ സ്വീകരിച്ചതാ, അത് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് പോകുക. മതി. 2 കാര്യം. 1 കാര്യം ഇനിയും ബാക്കി കാര്യങ്ങൾ, ബാക്കി ബൈബിളിൽ പല വാക്യങ്ങളുണ്ട്. അതുപോലെ മുറുകെ പിടിച്ച് തന്നെ ഇരിക്കണം. പൗലോസ് പറഞ്ഞു, തലയെ മുറുകെ പിടിക്കാത്തവരുണ്ട്. തലയാരാ? തല ക്രിസ്തുവാ. തലയെ മുറുകെ പിടിക്കാത്തവരുണ്ട് എന്ന് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞു. അന്നത്തെ കാലത്തിൽ രൂപദേശ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെ ഉദ്ദേശിച്ച് പറയുക, അവർ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, മറ്റു പലതിനും പലർക്കുമാണ് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കർത്താവ്, അതായത് വെളിപ്പാട് പുസ്തകത്തിൽ തുയഥൈര സഭയോട് പറയുന്നത്, അവർ ഒത്തിരി പരാജയമുണ്ടെങ്കിലും അവിടെ കുറെ ആൾക്കാർ, ശേഷിപ്പ് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ അധികം ഭാരം തരുന്നില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കുള്ളത് എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുക. അതുപോലെ വചനവും മുറുകെ പിടിക്കണം. പല കാര്യങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ വരുന്നതുവരെ മുറുകെ പിടിക്കണം. ഈ പ്രതികൂലം, പ്രയാസം, കഷ്ടം, രോഗം, പ്രതീക്ഷിക്കാത്ത തിന്മ ഒക്കെ വരുമ്പോൾ വിശ്വാസികൾക്ക് പലപ്പോഴും ഒത്തിരി അങ്ങോട്ട് ക്ഷമയോടെ കാത്തിരിപ്പാനോ ഒത്തിരി അങ്ങോട്ട് സഹിക്കുവാനോ കഴിയാത്ത സാഹചര്യം വരുന്നു. അതങ്ങനെ വരാൻ പാടില്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഉള്ളത്
നിനക്കുള്ളത് നീ മുറുകെ പിടിക്കുക എന്നുവരെയാ, ഞാൻ വരുന്നവരെ. അതിന്റെ അർത്ഥം ഞാൻ വരും, നിന്റെ ഈ ഭാരമെല്ലാം പരിപൂർണമായിട്ട് അന്ന് തീരും. നമ്മൾ ആ ഒരൊറ്റ വാക്ക് ഓർത്താൽ മതി. ഞാൻ വരും, നിനക്ക് ഭാരമുണ്ട്, ഇനി അധികം ഭാരം ഞാൻ തരുന്നില്ല, ഉള്ള ഭാരം അവിടെ ഇരിക്കട്ടെ. അതിന്റെ കൂടെ നിനക്ക് എന്തുണ്ടോ നന്നായിട്ട് അത് നീ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. അതിൽ നീ അയവ് കാണിക്കരുത്, വിട്ടുവീഴ്ച കാണിക്കരുത്. ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്താൽ മതി. പ്രിയമുള്ളവരെ, കഷ്ടമോ പ്രയാസമോ രോഗമോ ദാരിദ്ര്യമോ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഓർത്താൽ മതി, കർത്താവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സമയത്തും വരാം. അവൻ ഏത് സമയത്ത് വന്നാലും അപ്പോൾ സകല വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുക. ആ ചിന്തയിൽ ജീവിക്കാമെങ്കിൽ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കും. ഇനി അതല്ല, കർത്താവ് വന്നില്ലല്ലോ, വരാൻ താമസിക്കുന്നല്ലോ എന്ന ചിന്ത നമ്മളെ ഭരിച്ചാൽ തെറ്റ് ചെയ്യുവാൻ സാധ്യതയേറെയാണ്. 2 ഉദാഹരണം മാത്രം പറയാം. ധാരാളം കാര്യം നിങ്ങൾക്കത് പറയുമ്പോൾ മനസ്സിലാവും. ഒന്ന് അബ്രഹാമിന്റെ കാര്യമാണ്. 75-ാമത്തെ വയസ്സിലാണ് പറയുന്നത്, നിനക്കൊരു സന്തതി ഞാൻ തരും, ആ സന്തതി മുഖാന്തരം ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അബ്രഹാമിനെ ആ കാര്യം ധൈര്യപ്പെടുത്തി. അബ്രഹാം കുറെ കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ടാകുന്നില്ല. ഇതിനിടയ്ക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി പല കാര്യങ്ങൾ ചെയ്തു, ജീവിച്ചിരിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് കർത്താവ് സഹായിച്ചു. അവസാനം പിന്നെയും താമസിച്ചത് കണ്ടപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ചാലോചിച്ചൊരു തീരുമാനമാണ് ഹാഗാറിൽ ഒരു മകനുണ്ടാകുന്നുള്ള കാര്യം. അവരുടെ വിചാരം താമസിച്ചു പോയി എന്നാ. ഇല്ല, താമസിക്കുന്നില്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ കർത്താവിനറിയാം എപ്പോഴാണ് കൊടുക്കേണ്ടത്. അതാണ് പെർഫെക്റ്റ് ടൈം, പൂർണ്ണമായ വ്യക്തമായ നല്ല സമയം. അതാ ആ സമയത്ത് തന്നിരിക്കും. ആ സമയം വരെ കാത്തിരിക്കാൻ അവരെ കൂടി കഴിയാഞ്ഞതുകൊണ്ട് അവരൊരു കുറുക്കുവഴി തിരഞ്ഞെടുത്തു. അത് ക്ഷമ കെട്ടുപോയതുകൊണ്ടാണ്. വിശദീകരിക്കാൻ ആവശ്യമില്ലല്ലോ. ഇന്നും ലോകത്തിന് തലവേദനയായിരിക്കുന്നത് ആ ഫലമാണ്. അതുണ്ടാകാനായിട്ട് പാടില്ല. 2ാമത്തെ കാര്യം, ശൗൽ രാജാവിനോട് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, നീ പൊക്കൊള്ളുക, കാര്യങ്ങൾ ക്രമീകരിച്ചുകൊള്ളുക, ഞാൻ വരുന്നത് വരെ യാഗം കഴിക്കാനായിട്ട് പാടില്ല എന്ന് ഒരു വാക്ക് പറഞ്ഞ് അങ്ങോട്ട് വിട്ടു ശമൂവേലിനോട്. നമുക്കറിയാം, അത് ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിലുണ്ട്. ശൗല് മുമ്പോട്ട് പോയി. ഫെലിസ്ത്യർ യുദ്ധത്തിനായിട്ട് വരുന്നു. അവരെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഭയമുണ്ട്. യുദ്ധം തുടങ്ങാറാകുമ്പോഴത്തേക്ക് ജനങ്ങൾ തന്നെ വിട്ടുപോകുന്നു. അപ്പൊ ജനങ്ങൾ തന്നെ വിട്ടുപോകുന്നു, ശത്രു അടുത്തു വരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? പെട്ടെന്ന് ദൈവസഹായം ലഭിക്കണമെന്ന താല്പര്യത്തിൽ യാഗം കഴിച്ചു. യാഗം കഴിക്കാൻ അവന് അനുവാദമില്ല. അവൻ രാജാവാ, പുരോഹിതനല്ല. പുരോഹിതൻ പറയാൻ വരുന്നതേ ഉള്ളൂ. സ്വയമായിട്ട് യാഗം കഴിച്ചു. പിന്നാലെ ശമൂവേൽ വന്നിട്ട് സംസാരിച്ചു, അവനെ കർശനമായിട്ട് തർജ്ജനം ചെയ്തു, ശാസിച്ചു. അതുകൊണ്ട് അവന്റെ രാജ്യത്വം പോലും നഷ്ടപ്പെട്ടു പോയി. അപ്പോ ഒരാൾ വരുവാൻ താമസിക്കുന്നു, അല്ലെ കർത്താവ് വരുവാൻ താമസിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ താമസിക്കുന്നു എന്ന് കാണുമ്പോൾ നിരാശപ്പെട്ടു പോയി കഴിഞ്ഞാൽ നാം അറിഞ്ഞോ അറിയാതെയോ പാപം ചെയ്തു പോകും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ വരുവോളം നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. ഞാൻ അതുകൊണ്ട് പറഞ്ഞ് അതിന്റെ ഒരു വാക്കുകൂടെ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കാം. പൗലോസ് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് വെച്ചിരിക്കുന്നു. ആ ദിവസത്തിൽ അതെനിക്ക് കിട്ടും. പിന്നെന്താ പറഞ്ഞേ? എനിക്ക് മാത്രമല്ല, പിന്നെ അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്നവർക്ക്. ആ വാക്കിനകത്ത് ഒരു കാത്തിരിപ്പുണ്ട്. അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാത്തിരിപ്പ് അതിനകത്തുണ്ട്. എന്തറിയാമോ? കർത്താവ് വരും എന്നുള്ള നിലയിൽ പ്രിയം വെച്ച് സന്തോഷത്തോടെ ഇരിക്കുക. അതെങ്ങനെ അറിയാം സന്തോഷം ഉണ്ടെന്നുള്ള കാര്യം? ജീവിതത്തിൽ അത് വെളിപ്പെടുത്തുക. ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് പൗലോസ് തന്നെ പറഞ്ഞു. എങ്ങനെ വെളിപ്പെടുത്തുന്നത്? നല്ല പോർ പൊരുതണം, ഓട്ടം തികയ്ക്കണം, വിശ്വാസം പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഉപദേശമാണ്. വിശ്വാസം കാക്കണം. നല്ല പോർ പൊരുതണം, ഓട്ടം തികയ്ക്കണം, വിശ്വാസം കാക്കണം. പോറ് പൊരുതുന്നത് നാട്ടുകാരോടും വീട്ടുകാരോടും സഭക്കാരോടൊന്നുമല്ല. പിന്നെ ആരോടാണ്? ശത്രുവിനോടാണ്. ശത്രുവിനോട് പോരാടണമെന്ന് പറഞ്ഞതിന്റെ ആശയം. പിന്നെ ഓട്ടം തികയ്ക്കണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ട്രാക്ക് തന്നിട്ടുണ്ട്, എനിക്കൊരു ലൈൻ തന്നിട്ടുണ്ട്, എനിക്കൊരു പ്രമാണം തന്നിട്ടുണ്ട്, ഞാൻ അതിലേ ഓടിക്കോണം. ഞാൻ അതിലേ ഓടുന്നില്ലെങ്കിൽ എന്റെ കൂടെ ഓടുന്ന സഹോദരിയുണ്ട്, സഹോദരനുണ്ട്. ഞാൻ ഓട്ടത്തിന്റെ ലൈൻ തെറ്റിച്ചു കഴിഞ്ഞാൽ അവർക്കും പരാജയം ഉണ്ടാകും. അവരെന്റെ കാല് തട്ടി വീഴും. ഞാനൊരു ഉത്തരവാദിയാണ്. അതുകൊണ്ട് ഓടുമ്പോൾ സൂക്ഷിക്കണം, ജീവിക്കുമ്പോൾ സൂക്ഷിക്കണം. 1, നല്ല പോർ പൊരുതണം ശത്രുവിനോട്. 2, ഓടേണ്ട ട്രാക്കിലൂടെ തന്നെ ഓടണം. 3, വിശ്വാസം കാക്കണം. അങ്ങനെയാണ് കാത്തിരിക്കുന്നുള്ളത് നമ്മൾ തെളിയിക്കുന്നത്. അതായത് കുത്തിയിരുന്ന് കൈയടിച്ച് പാട്ട് പാടിയാൽ കാത്തിരുന്ന് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ജീവിതത്തിലൂടെ തെളിയിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് പൗലോസ് പറഞ്ഞതിന്റെ ആശയം. ഇനി കർത്താവ് വരാൻ താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനും വ്യത്യാസം വരുത്താനായിട്ട് പാടില്ല. നമുക്ക് 26-ാമത്തെ വാക്യത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം
2-ാം അധ്യായം 26-ാമത്തെ വാക്യം. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. വിശദമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ജയിക്കുക എന്നുള്ളത് എന്താണെന്ന് മുൻപുള്ള ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചതാണ്. വിശ്വാസികൾ ശത്രുവിനെ ജയിച്ചവരാണ്. നമ്മുടെ വിശ്വാസം തന്നെ നമ്മുടെ ജയമാകുന്നുവെന്ന് യോഹന്നാൻ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ പ്രമാണിച്ച് വിശ്വസ്തയോടെ ജീവിക്കുന്നവർക്ക് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടെന്ന ആശയമാണ് ഇവിടെ വരുന്നത്. കൂടെ വാഴുന്ന ദൈവത്തിൽ കർത്താവിനോടുള്ള ഭരണത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന കാര്യമാണ്. 2-3 വാക്യങ്ങൾ അതിന് സഹായകരമായിട്ട് നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം. നമ്മുടെ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. പറഞ്ഞ സന്ദർഭം 2 ശിഷ്യന്മാർക്ക് പ്രത്യേകമായ സ്ഥാനം വേണമെന്ന് അവരുടെ അമ്മ ആവശ്യപ്പെട്ടപ്പോൾ അതിനെ തുടർന്ന് പറഞ്ഞ കാര്യമാണ് ലൂക്കോസ് 22-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 22:28. നിങ്ങൾ ആകുന്നു എന്റെ പരീക്ഷകൾ എന്നോടുകൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ച് തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ധ്വനി, ശിഷ്യന്മാര് 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കുമെന്നാണ്. ആ ന്യായവിധി എന്ന് പറയുന്നത് ഭരണത്തിൽ ഉൾപ്പെട്ട കാര്യമാണ്. എന്നോടുകൂടെ വാഴും എന്നാണ് നമ്മൾ വായിച്ചത്. അടുത്ത വാക്യം 1 കൊരിന്ത്യർ 6-ാം അധ്യായം. ഞാൻ വാക്യം വായിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറയാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. കൊരിന്ത്യർ സഭയിലുള്ള വിശ്വാസികൾ കേസിനും വഴക്കിനും ഒക്കെ പോകുന്ന സ്വഭാവക്കാരിൽ ചിലരവരുണ്ടായിരുന്നു, ജഡികന്മാരവരുണ്ടായിരുന്നു. അവരോട് പറയുന്ന വാക്കാണ്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിക്കുവാൻ നിങ്ങൾ അയോഗ്യരോ? എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം വന്നപ്പോൾ അവരെ കേസിനും വഴക്കിനും മറ്റ് മധ്യസ്ഥന്മാരെ തിരക്കിപ്പോയി. അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നാ ഈ ലളിതമായ കാര്യം ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ തന്നെ ലോകത്തെ വിധിക്കാൻ പോകുകയാണ്. വിശുദ്ധന്മാര് ലോകത്തെ വിധിക്കുന്നു പറഞ്ഞാൽ കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ നാം അവരോടുകൂടെ ഭരിക്കുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി തിമോത്തിയോസിന്റെ വാക്കുകൂടെ വായിച്ചിട്ട് അല്പം കൂടി വിശദീകരിക്കാം. 2 തിമോത്തി ചാപ്റ്റർ 2:11. 2 തിമോത്തിയോസ് 2-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇതേ ആശയം തന്നെ പറയുന്നുണ്ട്. 2 തിമോത്തിയോസ് 2:11. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും എന്ന് പറഞ്ഞാൽ നാം ഈ ഭൂമിയിൽ എത്രമാത്രം കർത്താവിന് വേണ്ടി സഹിച്ച് ജീവിക്കുന്നുവോ, കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും, അതായത് ഇപ്പോൾ തുയഥേര സഭയിലെ വിശ്വാസികൾ അനുഭവിക്കുന്ന കഷ്ടതയെന്ന് എങ്ങനെ പറയാം, അങ്ങനെ എത്രമാത്രം സഹിക്കുന്നുവോ അതനുസരിച്ച് കൂടെ വാഴുന്നതിന്റെ പ്രകാശവും പ്രതാപവും വർദ്ധിക്കുമെന്ന് പറഞ്ഞതിന്റെ ആശയം. രക്ഷിക്കപ്പെട്ടെങ്കിൽ കൂടെ വാഴും, സംശയമൊന്നുമില്ല. കാരണം കർത്താവ് പറയുമെങ്കിൽ നമ്മൾ മരിച്ചവരെ പുനരുത്ഥാനം പ്രാപിക്കുന്നു, നാം രൂപാന്തരപ്പെടുന്നു, നാം ക്രിസ്തുവിനോട് ആയിരിക്കുന്നു. 7 വർഷക്കാലം ഈ ഭൂമിയിൽ മഹോദരകാലം, പിന്നെ 1000 വർഷം ഭൂമിയിലെ കർത്താവ് വന്ന് നമ്മുടെ കൂടെ നമ്മൾ ഒന്നിച്ച് വാഴുക. ആ വാഴ്ചയിൽ നമുക്ക് ചില സ്ഥാനമാനങ്ങൾ കിട്ടും, പ്രതിഫലങ്ങൾ കിട്ടും. ആ സ്ഥാനമാനത്തിന്റെ വ്യത്യാസമാണ് ഇവിടുത്തെ വിഷയം. കൂടെ വാഴുമെന്ന് പറഞ്ഞാൽ നാം കർത്താവിനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ വാഴ്ചയ്ക്ക് അതിന്റെ പ്രതാപം ഉണ്ടാകും, അതിന്റെ പ്രകാശം ഉണ്ടാകും. നമ്മൾ ഓർത്തോണം, നമ്മൾ കർത്താവിന്റെ കൂടെ ഇവിടെ വാഴാൻ പോവുകയാണ്. കൊച്ചു രാജാക്കന്മാരെ പോലെ. അവൻ രാജാവാണ്. നമ്മളെ രാജാക്കന്മാരാക്കി തീർത്തിട്ടുണ്ട്. ഭരണാധികാരികളാക്കാൻ പോവാ. അത്രമാത്രം പ്രതാപം നമുക്ക് ലഭിക്കാൻ പോകുക. അതുകൊണ്ട് ഈ ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ അതിനൊത്തവണ്ണം വേണം ജീവിക്കുവാനായിട്ട്. ആ പ്രതാപം ജീവിതത്തിലും കാണിക്കണം. നിസാര കാര്യങ്ങൾക്ക് മറ്റൊരുത്തരോട് സഹായം തേടാൻ പോകരുത്. സഹോദരന്മാർ തമ്മിൽ പ്രയാസമുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിക്കുകയോ പറയുകയോ സംസാരിക്കുകയോ ചെയ്ത് പരിഹാരം ഉണ്ടാക്കിക്കോണം. നാട്ടുകാരുടെയോ പഞ്ചായത്തുകാരുടെയോ ഒന്നും സഹായം തേടാൻ പോകരുത്. കാരണം നമ്മൾ അവരെ ന്യായം വിധിക്കാൻ പോകുക പിന്നീട്. ഈ ഒരു ബോധ്യം നമുക്ക് വേണം. കർത്താവിടെ തുയഥേര സഭയിലെ വിശ്വാസത്തോട് പറയുകയാണ്, ജയിക്കുന്നവന്
ഞാൻ പറഞ്ഞ പ്രവൃത്തികൾ തികയ്ക്കുന്നവന് എന്നോടുകൂടെ ആ നിലയിലുള്ള ഭരണത്തിന് അവസരം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രതാപത്തോട് ജീവിക്കുവാൻ അവരെ സഹായിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. അത് നമ്മൾ വളരെ ഗൗരവത്തോട് ഓർക്കണം. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാർ ആ കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇനി അതിന്റെ 28ാമത്തെ വാക്യത്തിൽ ഒരു അനുഗ്രഹം കൂടെ പറഞ്ഞു, ഒരു പ്രതിഫലം കൂടെ. എന്താ പറഞ്ഞത്? ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ഐ വിൽ ഗീവ് ഹിം ദ മോർണിംഗ് സ്റ്റാർ എന്നാണ് ഈ ഉദയനക്ഷത്രം. നമുക്കറിയാം കർത്താവിനെ കുറിച്ച് 2 ചിത്രീകരണമുണ്ട്. ഒന്ന് ഉദയനക്ഷത്രം എന്ന, നോക്കിക്കേ 22-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, 22:16. വെളിപ്പാട് 22:16. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കുവാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. അപ്പൊ കർത്താവ് തന്നെ പറഞ്ഞു ഞാൻ ഉദയനക്ഷത്രമാണ്. ഇവിടെ കർത്താവ് പറഞ്ഞു ജയിക്കുന്നവന് ഞാൻ ഉദയനക്ഷത്രം കൊടുക്കും. ഇനി വേറൊരു വാക്കുകൊണ്ട് വായിച്ചിട്ട് ഞാൻ വിശദീകരിക്കാം. മലാക്കിയുടെ പ്രവചനം 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. മലാക്കി ചാപ്റ്റർ 4:2. മലാക്കിയുടെ പ്രവചനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് കർത്താവിന്റെ വരവിനെ കുറിച്ചാണ്. അത് വേറൊരു വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിന് കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെപ്പോലെ തുള്ളിച്ചാടും. നീതി സൂര്യൻ ഉദിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതും കർത്താവിനെ കുറിച്ചാണ്. രണ്ടും 2 സന്ദർഭമാണ്. ഉദയസൂര്യൻ എന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ചാണ്, വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുന്ന വരവിനെ കുറിച്ചാണ്. നീതിസൂര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സൺ ഓഫ് റൈച്ചസ്നെസ് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ 2-ാം വരവിന്റെ 2-ാം പതനമാണ്, സെക്കൻഡ് ഇവന്റ് ഓഫ് ദ സെക്കൻഡ് കമ്മിങ്. അതെവിടെന്നറിയാമോ? വിശുദ്ധന്മാരുമായിട്ട് ഭൂമിയിലേക്ക് വരുന്ന കാര്യമാണ്. എന്താ ഇതിന് വ്യത്യാസം ചോദിച്ചാൽ, ഒന്നാമത്തെ ഉദയനക്ഷത്രം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉദയനക്ഷത്രം മോർണിംഗ് സ്റ്റാർ കണ്ടിട്ടുണ്ടോ? ചില പാടാ കാണാനായിട്ട്. അത് കാണണമെങ്കിൽ ഈ വെളുപ്പിന് ഇരുട്ടുള്ളപ്പം നേരം വെളുക്കുന്നതിന് മുൻപ്, പ്രകാശം വരുന്നതിന് മുമ്പ് വന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു നക്ഷത്രത്തിന്റെ പേരാണ് മോർണിംഗ് സ്റ്റാർ, ഉദയ നക്ഷത്രം. അത് ആ സമയത്ത് മിക്കവാറും നമ്മൾ എന്തെടുക്കുമായിരിക്കും? ഉറക്കമായിരിക്കും. തന്നെയല്ല വെളിയിൽ പോയി നോക്കാനാലും മെനക്കെടുത്തുമില്ല. അതിന്റെ അർത്ഥം മോർണിംഗ് സ്റ്റാർ കാണണോ, ഉദയനക്ഷത്രം കാണണമോ, അതിന് വെളിയിൽ പോയി നോക്കി കാത്ത് ഇരിക്കണം. വിശ്വാസികളെ സംബന്ധിച്ച് നമ്മളിനി കർത്താവിനെ കാത്തിരുന്നാലും ഇരുന്നില്ലെങ്കിലും വചനം പഠിപ്പിക്കുന്നത് നമ്മൾ കർത്താവിനെ കാത്തിരിക്കുന്നെന്നാണ്. അങ്ങനല്ലയോ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അങ്ങനെ വാക്യം. നമ്മൾ കാത്തിരിക്കുന്നില്ലെന്നുള്ളത് ദൈവത്തിന് അറിയത്തില്ല, ദൈവത്തിനറിയാം. കാത്തിരിക്കുന്ന വാക്യം. അപ്പൊ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ എന്ത് കാണാൻ പറ്റത്തുള്ളൂ? ഉദയ നക്ഷത്രം. നമ്മൾ കാത്തിരിക്കുന്നവരാ, വിശുദ്ധന്മാർ കാത്തിരിക്കുന്നവരാ. വായിക്കുന്നുണ്ട് 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ആത്മാവിനെ പ്രാപിച്ച് നിങ്ങൾ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നു, സകല കൃപാവരങ്ങളും കൂടെ കാത്തിരിക്കുന്നു. വിശുദ്ധന്മാർ കാത്തിരിക്കുന്നവരാ. കാത്തിരിക്കുന്നവർ നമ്മളാ. നമുക്ക് മാത്രമേ കർത്താവിനെ ഉദയസൂര്യൻ എന്ന പേരിൽ കാണാൻ സാധിക്കത്തുള്ളൂ. എല്ലാവർക്കും കാണാൻ സാധിക്കത്തില്ല. നമ്മൾ അങ്ങോട്ട് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നാം കർത്താവിനെ കാണുക, അവന്റെ കൂടെ സ്ഥിരമായിട്ടങ്ങ് വസിക്കുവാൻ പോകുക. ഇനി മലാഖി പറഞ്ഞിരിക്കുന്ന നീതിസൂര്യനോ, നീതിസൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് ആരാ കാണുന്നത്? എല്ലാവരും കാണും. അതിന് കാത്തിരിപ്പൊന്നും വേണ്ട. അത് 7 വർഷത്തിന്റെ അവസാനം മഹോദരനോട് കഴിയുമ്പോൾ, കർത്താവ് വിശുദ്ധന്മാരോട് വരുമ്പോൾ നമ്മൾ കൂടെ ഉണ്ട്. അത് മാത്രമല്ല, ഭൂമിയിലുള്ള സകല മനുഷ്യരും അവനെ കാണും. പ്രത്യേകിച്ച് യഹൂദന്മാരെ, ഞങ്ങൾ ഇവനെയാണല്ലോ കുത്തിയത്, ഇവനെയാണല്ലോ കൈവിട്ടതെന്ന് പറഞ്ഞ് അവനെ കാണുമ്പോൾ നിലവിളിക്കുവാനും തുടങ്ങി. എല്ലാവരും അവനെ കാണുന്ന സമയമാണ് 2-ാം വരവിന്റെ 2-ാം പതനം, സെക്കൻഡ് ഇവന്റ് ഓഫ് ദ സെക്കൻഡ് കമ്മിങ് എന്ന് പറയും. ഒരു മലയിൽ വരുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ 1-ാം വരവിൽ പറഞ്ഞിരിക്കുന്ന പേരാണ് ഉദയ നക്ഷത്രം, 2-ാം വരവിൽ പറഞ്ഞിരിക്കുന്ന പേരാണ് നീതി സൂര്യൻ. ഇവിടെ കർത്താവ് പറയുന്നത് അനുസരിക്കുന്നവർക്ക്, ജയിക്കുന്നവർക്ക്, വിശ്വസ്തമായി ജീവിക്കുന്നവർക്ക് ഞാൻ ഉദയനക്ഷത്രം കൊടുക്കുമെന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ആസ്വദിച്ച് അനുഭവിച്ച് ജീവിപ്പാൻ കഴിയുമെന്ന് അതിന്റെ അർത്ഥം.
വരുമ്പോൾ മാത്രമല്ല, ഇന്നും ജീവിതത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ ഒറ്റയ്ക്കോ ദൈവസന്നിധിയിൽ നിന്ന് വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ പഠിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്തു നോക്കിക്കേ, ഒന്ന് സമയം ചിലവഴിച്ച് നോക്കിക്കേ, കർത്താവ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് പോലുള്ള അനുഭവം നമുക്കുണ്ടാവും. ആശ്വസിപ്പിക്കുന്ന, സഹായിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, വാഗ്ദത്തം തരുന്ന അനുഭവം നമുക്കുണ്ടാവും. അതവിടെ പറഞ്ഞിരിക്കുന്നത്, ഉദയനക്ഷത്രം തരും എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി കഷ്ടമനുഭവിക്കുന്ന നിങ്ങൾ, ഭാരം അനുഭവിക്കുന്ന നിങ്ങൾ, അന്യായത്തിന്റെ പുറകെ പോകാതെ അവിടെ സമാധാനത്തോടെ പാർക്കും നിങ്ങൾക്ക് ഒത്തിരി ഭാരമുണ്ടെന്ന് എനിക്കറിയാം, ഉള്ളത് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക, ഞാൻ ഉദയനക്ഷത്രം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ ഇവിടെയും അത് അനുഭവിക്കാൻ സാധിക്കും. അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകം കർത്താവിൽ നിന്ന് പ്രശംസ ഉണ്ടാകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ആ പ്രശംസ നമുക്ക് ഉണ്ടാകണം, നമുക്ക് പ്രാപിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, വിശ്വസ്തമായി നമുക്ക് ജീവിക്കാം. അവിടെ ആ ഭാഗങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് പറയുന്നു, ആത്മാവ് സഹോദരോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പൊതുസഭയിലാണ് പ്രശ്നം, പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയവരെ മാത്രമേ കർത്താവ് ശാസിച്ചുള്ളൂ, ശിക്ഷിച്ചുള്ളൂ. പിന്നെ പറയുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യം സഭയോട് പറയുന്നതാണെങ്കിലും ഓരോ വ്യക്തികളും അത് ശ്രദ്ധയോടെ കേട്ട് പാലിച്ച് അനുഗ്രഹം പ്രാപിക്കണം എന്നാണ്. നമ്മൾ ആ വിഷയം ഇന്ന് ആ ക്ലാസ് ആ വിഷയോട് അവസാനിപ്പിക്കുമ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ, അതായത് തുയസീര സഭയുടെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞായിരുന്നല്ലോ, ആ വാക്കിന്റെ അർത്ഥം എന്തോ പറഞ്ഞ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠം. അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതെ, കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠം എന്ന് പറഞ്ഞാൽ സഭയിൽ എപ്പോഴും ഒരു യാഗപീഠം ഉണ്ടായിരിക്കണം. പഴയകാലത്തെ പോലെ കല്ലുകൊണ്ടുണ്ടാക്കിയ യാഗപീഠം ഉദ്ദേശിക്കുന്നത്, അന്നത്തെ യാഗപീഠം ആക്ഷരികമാണെങ്കിൽ ഇന്നത്തെ യാഗപീഠം ആത്മീയമാണ്. അന്നത്തെ യാഗം ആക്ഷരികമാണെങ്കിൽ ഇന്നത്തെ യാഗങ്ങളും ആത്മീയമാണ്, ആക്ഷരികമല്ല. ഉദാഹരണം പറഞ്ഞാൽ, നാം സഭയിൽ വരുമ്പോൾ, സഭയെ കൂടുമ്പോൾ അർപ്പിക്കുന്ന യാഗം അധരഫലമെന്ന സ്തോത്രയാഗം. ഒന്ന്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. രണ്ടാമത്തെ യാഗമാണ്. മൂന്നാമത്തേത്, സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് അയച്ചു തന്നത് ദൈവത്തിന് മുമ്പാകെ സൗരഭ്യവാസനയായ യാഗമായി സ്വീകരിച്ചിരിക്കുന്നു. നാലാമത്തേത്, ദശമത്തിൽ വായിക്കുന്നു, സുവിശേഷകരുടെ ബന്ധത്തിൽ നിങ്ങളെ നേടുന്ന കാര്യത്തിൽ യാഗം അർപ്പിക്കുന്നതിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും സുവിശേഷ വേല ഒരു യാഗമാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഇതെല്ലാം ആത്മീയ യാഗങ്ങളാണ്. യാഗപീഠം ഇല്ല, കല്ലുകൊണ്ടുള്ള യാഗപീഠമില്ല, ആത്മീയ യാഗപീഠങ്ങളാണ്. നമ്മളാരാ? നമ്മൾ ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട പുരോഹിതന്മാരാണ്. 1 പത്രോസ് 2-ാം അധ്യായത്തിലുണ്ട്, ആത്മീയയാഗം കഴിക്കാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട പുരോഹിതന്മാരാ. സഭയിൽ, സഭാ കൂടിയവരിൽ ഈ യാഗങ്ങളെല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്ന ആരാധനയോഗമുണ്ട്, ദൈവത്തിന് യാഗം അർപ്പിക്കുന്ന പ്രാർത്ഥനയുണ്ട്. 141 സംഘത്തിൽ വായിക്കുന്നത്, പ്രാർത്ഥന ധൂപമായി തീരട്ടെ, യാഗമായി തീരട്ടെ എന്ന് വായിക്കുന്നു. പ്രാർത്ഥന ഒരു യാഗമാണ്. നാം കർത്താവിന്റെ നാമത്തിൽ ആർക്കെങ്കിലും സഭയായിട്ട് സാമ്പത്തിക സഹായം ചെയ്യുന്നു, ഒരു രോഗിക്കാട്ടെ, ഒരു ദരിദ്രർക്കാട്ടെ, സുശേഷന്മാർക്കാട്ടെ, സുശേഷ വേലക്കാട്ടെ, എന്തുമാകട്ടെ, ചെയ്യുന്ന കാര്യങ്ങൾ ഒരു യാഗമാണ്, സൗരഭ്യവാസന യാഗമാണ്. ഈ യാഗങ്ങളൊക്കെ എവിടെ അർപ്പിക്കേണ്ടതാണ്? സഭയിൽ അർപ്പിക്കേണ്ടതാണ്. അതിനെപ്പോഴും ഈ സഭയിലെ യാഗപീഠം കത്തിക്കൊണ്ടിരിക്കണം. ഇനി ഞാൻ പറയാൻ വരുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ യാഗപീഠത്തിൽ ചിലര് മലിനഭോജനം അർപ്പിക്കും. മലാക്കി പ്രവചനം 3-ാം അധ്യായം. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയി വായിക്കത്തില്ല, പ്രാർത്ഥിക്കത്തുമില്ല. ഞായറാഴ്ച രാവിലെ കുളിച്ച് വൃത്തിയായി നല്ലൊരു ഉടുപ്പൊക്കെ കിട്ടിഞ്ഞ് വരും. ഇതൊന്നും കർത്താവ് അതുപോലെ സ്വീകരിക്കുന്നൊന്നും വിചാരിച്ചു കളയല്ലേ. ഞായറാഴ്ച മാത്രം ഭക്തിയോട് വന്ന് അർപ്പിച്ചാൽ സ്വീകരിക്കുന്നതല്ല കർത്താവ്. മലിനമായിട്ട് അർപ്പിക്കരുത്. ഒന്ന്. രണ്ടാമത്തേത്, മലാക്കി വാക്യം പറയുന്നതെല്ലാം, നിങ്ങൾ കണ്ണുപൊട്ടിയതിനെയും ഗുണത്തുള്ളതിനെയും യാഗം അർപ്പിക്കുന്നു. എന്തേ കണ്ണുപൊട്ടിയെന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടില്ലാത്ത യാഗം. എന്തിനാ ആരാധിക്കുന്നത്? എന്തിനാ അപ്പം നുറുക്കുന്നത്? എനിക്കറിയത്തില്ല. പപ്പ ആരാധിക്കാൻ പോയി, ഞാനും ആരാധിക്കാൻ പോകുന്നു. മമ്മി അപ്പം നുറുക്കി, ഞാനും അപ്പം നുറുക്കുന്നു. അതാണോ? അല്ല. കാഴ്ചപ്പാട് വേണം, വിഷൻ വേണം, ദർശനം വേണം. അത് കർത്താവിനെ മഹത്വപ്പെടുത്തുക. അത് ഇന്ത്യൻ പ്രസിഡന്റിന് പോലും ലഭിക്കാത്ത പദവിയാണ്. യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, അപ്പം നോക്കുന്നത്. ആ ഒരു ബോധ്യത്തിൽ കൺവിക്ഷനോടുകൂടെ, കാഴ്ചപ്പാടോടുകൂടെ ആരാധിക്കും. ഇല്ലെങ്കിൽ കണ്ണ് പൊട്ടിയതിനെ അർപ്പിച്ചതിന് തുല്യമാണ്. മുടന്തുള്ളത് എന്താ? മുടന്തുള്ളതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ക്രമക്കേടുണ്ട്, സംസാരം മോശമാണ്, ജീവിതം മോശമാണ്, ചിന്താഗതി മോശമാണ്, എന്നിട്ട് വന്ന് യാഗം അർപ്പിക്കുന്നു. അത് മുടന്തുള്ളതാ, ദൈവം അംഗീകരിക്കത്തില്ല. പിന്നെ വേറെ ചിലരുണ്ട്, ഏരിയുടെ മക്കളുടെ കൂട്ടം.
യാഗപീഠത്തിന്മേൽ യാഗവസ്തു കത്തിക്കൊണ്ടിരിക്കുക. കത്തി ദഹിക്കണമെന്ന പ്രമാണം. കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പിള്ളേർ എന്ത് ചെയ്തു? മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്തുകൊണ്ട് പോവാ. പുരോഹിതനെ വാർത്ത കൊടുക്കാനാണ്. ദൈവം പൂർണ്ണമായിട്ട് പ്രസാദിച്ചോ? ഇല്ല. ഇങ്ങനെയൊക്കെ യാഗം അർപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. വേറെ വാക്യം വായിക്കാം. ലേവ്യ പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ വാക്യം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 8 വേഴ്സ് 21. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലേവ്യ 8:21 വാക്യം. അവനതിന്റെ കുടലും കാലും വെള്ളം കൊണ്ട് കഴുകി മോശെ ആട്ടുകൊറ്റനെ മുഴുവനും യാഗപീഠത്തിൽ ദഹിപ്പിച്ചു. ഇത് സൗരഭ്യവാസനയായ ഹോമയാഗമായി യഹോവയ്ക്കുള്ള ദഹനയാഗം. അപ്പോൾ ആ യാഗപീഠത്തിങ്കൽ സൗരഭ്യവാസനയായ യാഗം അർപ്പിക്കുന്നവരും ഉണ്ട്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഒരു സഭയിൽ ഒരു കൂടിവരവിലുള്ള യാഗപീഠത്തിങ്കൽ മലിനഭോജനം അർപ്പിക്കുന്നവരുണ്ട്, മുടന്തീനെ അർപ്പിക്കുന്നവരുണ്ട്. ആ യാഗത്തിന് അല്ലെങ്കിൽ ആരാധനയ്ക്ക്, മീറ്റിങ്ങുകൾക്ക്, ക്ലാസുകൾക്ക്, കൂട്ടായ്മയ്ക്ക് വരുന്നവർക്ക് അതിൽ നന്മ ഉണ്ടാകണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ തന്നെ വളരെ ഒരുക്കത്തോടുകൂടെ യഹോവയ്ക്ക് സൗരഭ്യമുള്ള യാഗം അർപ്പിക്കുന്നവരും ഉണ്ട്. നമ്മളിത് വേദനപ്പെടുന്നു. ഈ പറഞ്ഞ കൂട്ടരെല്ലാം എവിടെ ഉണ്ടായിരുന്നു? ലുഥറൻ സഭയിലുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞില്ലയോ? ഉണ്ട്. അയോഗ്യമായ കാര്യം ചെയ്യുന്നവരുണ്ട്, ഒരു സഹോദരി പറഞ്ഞവരെ കേൾക്കുന്നവരുണ്ട്, അതിന് പുറകെ പോയവരുണ്ട്, ആകപ്പാടെ കുഴപ്പമുണ്ടാക്കിയവരുണ്ട്. എന്നിട്ട് പറയുന്നു അവിടെ ചിലര് റെമനന്റ്, റെസ്റ്റ്, ശേഷിപ്പ് ചില ആൾക്കാർ ഉണ്ട്. നിങ്ങൾ ഞാൻ ഭാരം തരുന്നില്ല, ഉള്ളത് മുറുകെ പിടിച്ചുകൊള്ളു. അപ്പോൾ അവിടെയുമുണ്ട് ഒരു ചെറിയ കൂട്ടം ആൾക്കാരെ. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ നമുക്ക് നമ്മോട് ചോദിക്കാം, ഞാൻ ഇതിലേതിൽപ്പെടും? ഞാൻ യാഗം അർപ്പിക്കുന്നുണ്ട്, ഞാൻ ആരാധിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കൂട്ടായ്മ നൽകുന്നുണ്ട്, കൂട്ടായ്മ അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം യാഗമാണ്. ഞാൻ ഇതിലേതിൽപ്പെടും? ഒരുക്കത്തോട്, വിശ്വസ്തയോട്, വിശുദ്ധിയോട്, പെർഫെക്റ്റായിട്ട് ദൈവത്തിന് പ്രസാദമായിട്ടാണോ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. ഇല്ലെങ്കിൽ കുറവുകളെ പരിഹരിച്ച് സമാധാനത്തോടെ മടങ്ങി വന്ന് കർത്താവിൽ ആശ്രയിച്ച് ജീവിച്ച് ദൈവത്തിന് സൗരഭ്യമുള്ള ജീവിതം നമുക്ക് നയിക്കാം. അതാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്ന പാഠം. അതുകൊണ്ട് ആ പേര് നമുക്കും അന്വർത്ഥമാകട്ടെ. എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാഗപീഠം നമുക്കുണ്ടാകട്ടെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ഈ ചിന്ത ജീവിതത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് ആത്മീയ നന്മ ധാരാളം അനുഭവിച്ചു മുൻപോട്ട് പോകാനും കർത്താവിന് പ്രസാദമായി ജീവിക്കാനും മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.